രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ട് കെ സുധാകരനെ മാറ്റാൻ ഇതുവരെയും കഴിഞ്ഞില്ല? ദീപാദാസ് മുൻഷി വളരെ കൃത്യമായി കേരളത്തിലെ ഈ നേതൃത്വത്തെ കെ സുധാകരന് നയിക്കാൻ കഴിയില്ല എന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും കെ സുധാകരനെ എന്തുകൊണ്ട് മാറ്റാൻ കഴിഞ്ഞില്ല? അതിനൊരു 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ ആൻ്റണിയോ സണ്ണി ജോസഫ് MLA ഇനി അതല്ല ബെന്നി ബെഹനാനോ ഇപ്പോൾ സാധ്യതയില്ല എന്നാണ് കേൾക്കുന്നത്. ഇവരുടെ ആരുടെയെങ്കിലുമൊക്കെ പേര് ഇപ്പോൾ ഇങ്ങനെ റോജി എം ജോണിൻ്റെയൊക്കെ പേര് ചർച്ച ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള സഭയുടെ പിന്തുണയുള്ള ഒരാളെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഇലക്ടറൽ അരിത്തമാറ്റിക് എന്താണ്? ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അഴിച്ചുപണി അനിവാര്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അതിൽ കെ സുധാകരൻ്റെ കാര്യത്തിൽ 3-4 ഘടകങ്ങൾ യഥാർത്ഥത്തിൽ കെ സുധാകരനെ മാറ്റുന്നതിന് തടസ്സമായിരുന്നു. അതിലൊരു കാര്യം, കെ സുധാകരന് അനാരോഗ്യമുണ്ട് എന്നുള്ള വിവരം ഹൈക്കമാൻഡിന് വ്യക്തമായിട്ടറിയാം, കേരളത്തിലെ നേതൃത്വത്തിനറിയാം. ഇത് ദീപാദാസ് മുൻഷി പല സാഹചര്യങ്ങളിൽ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഒടുവിൽ ദീപാദാസ് മുൻഷി തന്നെയാണ് റിപ്പോർട്ടിൽ ഈ അനാരോഗ്യം മൂലം കേരളത്തിലെ നേതാക്കളുടെ പ്രത്യേക യോഗങ്ങളിലൊന്നും മറുപടി പോലും കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ കെ സുധാകരൻ്റെ അനാരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുക്കുന്നത്.